പ്രിയമുള്ളവരെ, എല്ലാ നുകങ്ങളും അഴിക്കുക, ബന്ധിതരെ സ്വതന്ത്രരാക്കുക. ഇതാകുന്നു യഹോവയ്ക്ക് പ്രസാദമായ ഉപവാസം. യെശയ്യാ ദീർഘദർശിയുടെ കാലങ്ങൾക്ക് മുമ്പുള്ളതായ നോമ്പിനെക്കുറിച്ചുള്ള ആത്മദർശനമാകുന്നു ഇത്. എല്ലാ മനുഷ്യർക്കും അവരുടെ സാഹചര്യം ചാർത്തി നൽകിയതായ ചില നുകങ്ങളൊക്കെയുണ്ട്. അവരെ അതിൽ നിന്നും പുറത്തു കടക്കുവാൻ സഹായിക്കുക എന്നതാകുന്നു നമ്മുടെ ദൗത്യം. കാലം തളർത്തിയതായ ഒരു ചെറുപ്പക്കാരൻ 38 വർഷക്കാലമായിട്ട് അവന് താങ്ങായി അവൻ്റെ കിടക്ക മാത്രം. അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, നസ്രായൻ്റെ മുൻപിൽ എത്തിക്കുവാൻ ചില നല്ല മനുഷ്യരുടെ പരിശ്രമങ്ങളാകുന്നു ഈ ആഴ്ചയിലെ ചിന്താവിഷയം. 38 വർഷത്തെ ജീവിതത്തിനപ്പുറം അവനെ തിരക്കിയിറങ്ങിയതായ ആ 4 സ്നേഹിതന്മാർ നോമ്പിൻ്റെ വീതിയിലെ വ്യത്യസ്ത മനുഷ്യരാകുന്നല്ലോ. ഒറ്റയ്ക്ക് നിന്നാൽ നമുക്കറിയാം, ഇളം കാറ്റിൽ പോലും മെഴുകുതിരികൾ അണഞ്ഞു പോകാറുണ്ട്. എന്നാൽ കൂട്ടമായി നിന്നാൽ പല അസാധ്യതകളും സാധ്യമാകുമെന്ന് ആ ചങ്ങാതിമാർ നമ്മെ പഠിപ്പിക്കുന്നില്ലേ? നാം എല്ലാവരും സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്നവരാകുന്നു. വിരലിൻ്റെ തുമ്പത്ത് 1000 സുഹൃത്തുക്കൾ നമുക്കുണ്ട്. ഒന്ന് പനി പിടിച്ച് കിടന്നാൽ പോലും തനിക്ക് താനും തൻ്റെ ഏകാന്തതയും മാത്രമാകുന്ന സൗഹൃദങ്ങളാണ് നമ്മളിൽ കൂടുതൽ പേർക്കും. ഒരു നല്ല സൗഹൃദത്തിനായിട്ട് ഒരു ബെഞ്ചിലൊന്നും ഇരുന്ന് പഠിക്കേണ്ടെന്ന് ആവശ്യമില്ല. മറ്റൊരാളുടെ നെഞ്ചിൽ അല്പം ഇടമുണ്ടായാൽ മതി. ക്രിസ്തു വഹിച്ചതായ കുരിശിൻ്റെ ഭാരം പോലും നമ്മോടുള്ള അവൻ്റെ സ്നേഹവും സൗഹൃദവുമായിരുന്നില്ലേ? ഇവിടെ ഇതാ സ്നേഹപൂർവം അവനെയും അവൻ്റെ കട്ടിലിനെയും ഹൃദയത്തോട് ചേർക്കുവാനായി ആ 4 ചെറുപ്പക്കാർ ശ്രമിക്കുന്നില്ലേ? നമ്മളും പലരുടെയും കട്ടിലുകൾ എടുക്കാറുണ്ട്. പക്ഷേ ജീവനോടെ ഒരാളെ എടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാകുന്നു നമ്മുടെ പ്രശ്നം. മരിച്ചിട്ട് ഒരാളെ എടുക്കുവാൻ നമ്മൾ വല്ലാതെ തിരക്ക് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. സഖേ, നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്നെ ആഗ്രഹിച്ചവരുണ്ട്. നിന്റെ സ്വരം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. നിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. തമ്പുരാൻ പോലും ലോകത്തോട് പറഞ്ഞില്ലേ, ലോകമൊക്കെ എൻ്റെ സാക്ഷികളാകാൻ. ഈ 4 പേരായിട്ട് വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ 5 പേരായിട്ട് മടങ്ങിപ്പോകുന്നത് എത്ര സൗന്ദര്യമുള്ളതായ ഒരു ചിന്തയാകുന്നു. ഒരാത്മാവിനെങ്കിലും അധികമായി നേടുക എന്നുള്ളത് നമ്മുടെ നോമ്പിൽ ഒരു സ്വപ്നമായിട്ട് തന്നെ നിലനിൽക്കട്ടെ. നമ്മൾ മുഖാന്തരം മറ്റൊരുവനെ നമ്മുടെ നാഥൻ്റെ മുൻപാകെ അവനെ ആരാധിക്കുവാൻ പ്രാപ്തനാക്കുക. അതോടൊപ്പം ഇടം ലഭിക്കാതിരുന്ന മനുഷ്യനായി ഭവനത്തിൻ്റെ മേൽക്കൂര നിൽക്കുവാൻ അനുവാദം നൽകിയതായ മറ്റൊരാൾ കൂടിയുണ്ട് ആ കഫർന്നഹൂമിലെ ഭവനത്തിൽ. കൊട്ടിയടച്ചതായ ബേത്ലഹേമിലെ സത്രം സൂക്ഷിപ്പുകാരനല്ല അയാൾ. മേൽക്കൂര തന്നെ തുറന്നു നൽകിയതായ ഒരു മനുഷ്യസ്നേഹിയാകുന്നു. ആരും ഉള്ളിൽ കടക്കാതിരിക്കുവാൻ നമ്മുടെ ഭവനങ്ങളും നമ്മുടെ മനസ്സുകളുമൊക്കെ വല്ലാതെ ലോക്ക് ചെയ്യുന്ന കാലമാണല്ലോ. നമ്മുടെ മൊബൈലുകൾക്ക് പോലും എത്ര ലോക്കാണുള്ളത്. ആരെയും കടത്തിവിടാത്ത ലോകമാണല്ലോ. ആരെങ്കിലുമൊക്കെ കൂട്ടായി ഉണ്ടാകുന്നതും നല്ലതാകുന്നു. കാരണം അവസാനം 4 പേരെങ്കിലും കുറഞ്ഞത് വേണം നമ്മുടെ കല്ലറയിലേക്കുള്ള യാത്രയിൽ. പ്രിയരെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നമ്മുടെ പാതി വഴിയിൽ നഷ്ടമായിട്ടുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളും പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ടല്ലോ. ആകയാൽ നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് എല്ലാത്തിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ചെയ്യാതെ പോയ നന്മകൾക്ക് വേണ്ടി അധികമായി കണക്ക് കൊടുക്കേണ്ടി വരും. ആമേൻ.